പുറപ്പാട് അധ്യായം 4. ദൈവത്തിൻ്റെ ശക്തിയും മനുഷ്യൻ്റെ ക്ഷീണവും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്നത് പുറപ്പാട് 4-ാം അധ്യായമാണ്. ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശെ വീണ്ടും സംശയിച്ചു. അവർ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ ദൈവം അവന് അടയാളങ്ങൾ നൽകി. മോശയുടെ കയ്യിലെ വടി പാമ്പായി മാറി. അത് വീണ്ടും വടിയായി. അവൻ്റെ കൈ കുഷ്ഠമായി, പിന്നീട് പരിപൂർണമായി സുഖപ്പെട്ടു. നൈൽ നദിയിലെ വെള്ളം രക്തമാകും എന്ന അടയാളവും ദൈവം പറഞ്ഞു. എങ്കിലും മോശ പറഞ്ഞു, കർത്താവേ, ഞാൻ സംസാരിക്കാൻ കഴിയുന്നവനല്ല. അപ്പോൾ ദൈവം ചോദിച്ചു, മനുഷ്യൻ്റെ വായ ഉണ്ടാക്കിയതാര്? ദൈവം അഹരോനെ സഹായിയായി നൽകി. അവൻ മോശയുടെ വായാകും. പിന്നീട് മിസ്രൈമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗൗരവമുള്ള സംഭവമുണ്ടായി. സിപ്പോറ തൻ്റെ മകനെ പരിച്ഛേദന ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കോപം മാറി. ഇത് അനുസരണത്തിൻ്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നു. അവസാനം മോശയും അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരുടെ മുന്നിൽ ദൈവത്തിൻ്റെ സന്ദേശവും അടയാളങ്ങളും അറിയിച്ചു. ജനങ്ങൾ വിശ്വസിച്ചു, ദൈവത്തെ നമസ്കരിച്ചു. ഇതിലെ സന്ദേശം ഇതാണ്: ദൈവം പരിപൂർണരെയല്ല, അനുസരിക്കുന്നവരെയാണ് ഉപയോഗിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.